Hi students, we are discussing developing values in children. നമുക്ക് എങ്ങനെ കുട്ടികളിൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കുറച്ച് പോയിന്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ബാലൻസ് പോയിന്റിലേക്ക് കടക്കാം. നമ്മൾ പറഞ്ഞ പോയിന്റ്സ് നർച്ചറിങ് ആക്ടിവിറ്റീസ് കൊടുക്കുക, ദെൻ യൂസിങ് മീഡിയ ടു അക്വൈൻ ചിൽഡ്രൻ വിത്ത് എൻവയോൺമെന്റ്, റോൾ പ്ലേ, കൾച്ചറൽ ആക്ടിവിറ്റീസ്, reusing, recycling and reducing consumption, gender equality, nurturing faith in democracy, towards inclusiveness. So that was the last point, towards inclusiveness. That is, നമ്മുടെ സൊസൈറ്റിയിൽ ഡിസേബിൾഡ് ആയ ആൾക്കാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ മൈനോറിറ്റീസ് ഉണ്ടായിരിക്കും, അങ്ങനെ പല പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. സോ അവരെല്ലാം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി കുട്ടികളിൽ വളർത്തിയെടുക്കണം. അപ്പോൾ ശരിക്കും നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഡിസേബിൾഡ് ആയ കുട്ടികൾക്ക് സെപ്പറേറ്റ് സ്കൂള് അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. പക്ഷെ അത് ഒഴിവാക്കി അവരെ കൂടി നമ്മൾ ഒരു ഇതിൽ ഉൾപ്പെടുന്ന രീതിയിൽ വേണം കൊണ്ടുവരാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യുനെസ്കോ ഒക്കെ പറയുന്നത് അതാണ്. നെക്സ്റ്റ്, നർച്ചറിങ് എബിലിറ്റി ടു തിങ്ക് ക്രിറ്റിക്കലി ആൻഡ് സോൾവ് പ്രോബ്ലംസ്. കുട്ടികളിൽ നമ്മൾ ഒരു ക്രിറ്റിക്കൽ തിങ്കിങ് എബിലിറ്റി നമ്മൾ വളർത്തിയെടുക്കണം, പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ. അതായത് പ്രീ സ്കൂൾ സ്റ്റേജ് മുതൽ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ എൻകറേജ് ടു ക്രാം ഇൻഫോർമേഷൻ ആൻഡ് റീപ്രൊഡ്യൂസ് ഇറ്റ് ഡ്യൂറിങ് അസസ്മെന്റ്. നമ്മൾ കുട്ടികളെ സാധാരണ കുട്ടികൾക്ക് എന്താണ് ചൈൽഡ്ഹുഡ്, അതായത് ചെറുപ്പം മുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളിൽ ഈ പറയുന്ന പ്രീ സ്കൂൾ സ്റ്റേജിൽ തന്നെ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാനും അത് റീപ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ കുട്ടികളെ പ്രാപ്തരാക്കണം. ഇത് ചെറുപ്പത്തിൽ തന്നെ നമ്മളത് കൊണ്ടുവരിക. ഇങ്ങനൊരു പ്രാക്ടീസാണ് നമുക്കുള്ളത്. അതായത് നമ്മൾ ഇൻഫോർമേഷൻ ഒരു ബൈഹാർട്ടാക്കി അത് പ്രസന്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ് സാധാരണ നമുക്കുള്ളത് സ്കൂളുകളിൽ. ദിസ് പ്രാക്ടീസ് മേ നോട്ട് നർച്ചർ ദ എബിലിറ്റി ടു തിങ്ക് ക്രിറ്റിക്കലി ആൻഡ് സോൾവ് പ്രോബ്ലം. പക്ഷെ ഇങ്ങനെ ഒരു ബൈഹാർട്ട് സിസ്റ്റം, ബൈഹാർട്ട് പഠിക്കുക, അത് കാണാതെ പറയുക, ഈ ഒരു സിസ്റ്റത്തിലൂടെ ഒരിക്കലും കുട്ടികൾക്ക് കഴിവുകൾ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല, അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ സാധിക്കില്ല. That require for lifelong learning and for participating in social and political events. ഫ്യൂച്ചറിൽ അവർക്ക് പൊളിറ്റിക്കൽ ഈവൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ അതേപോലെ തന്നെ ഒന്നും അവർക്ക് സാധിക്കില്ല. Then empowerment of people needs abilities to think originally, raising questions, seeking solutions, make strategic choices and awareness of right. അപ്പൊ കുട്ടികൾക്ക് ചെറുപ്പം മുതൽ തന്നെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടെങ്കിൽ എന്ത് ജനങ്ങൾക്ക് എന്താവശ്യമുണ്ട്, ജനങ്ങളെ എംപവർ ചെയ്യണമെങ്കിൽ അവർക്ക് കഴിവ് വേണം, കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും സൊല്യൂഷൻസ് കണ്ടെത്താനും, അല്ലെ, ചില ചോയ്സസ് ബുദ്ധിപരമായിട്ട് ചോയ്സസ് സെലക്ട് ചെയ്യാനും അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനും ഒക്കെ ഉള്ള ഒരു ഇത് അവർക്ക് ഉണ്ടായിരിക്കണം. Therefore, activities that require children to think and take decisions have to be designed. അപ്പൊ നമ്മുടെ ഏതൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കേണ്ടത്, ഉണ്ടാക്കേണ്ട ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് തിങ്ക് ആൻഡ് ടേക്ക് ഡിസിഷൻ, അവർക്ക് ചിന്തിക്കാനും തീരുമാനമെടുക്കാനുള്ള കഴിവ് കുട്ടികളെ ഡെവലപ്പ് ചെയ്യണം. അതായത് ചിൽഡ്രൻ വൈ, ഹൗ എന്നൊക്കെ അവരോട് ചോദിക്കാൻ അവർക്ക് സാധിക്കണം. വാട്ട് ക്വസ്റ്റ്യൻസ് അല്ല, വൈ എന്തുകൊണ്ട്, ഹൗ എന്നൊക്കെ നമ്മൾ കുട്ടികളിൽ ചോദ്യം അവർക്ക് ചോദിക്കാനുള്ള ഒരു ഇതുണ്ടാക്കിയെടുക്കണം. അവരുടെ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യാൻ പറയാം, അവരുടെ സ്വന്തമായ രീതിയിൽ ഒരു കഥ കൊടുത്ത് ബാക്കി അവരോട് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയാം. സോ ഇതൊക്കെ അവർക്ക് നല്ലതാണ് ആക്ടിവിറ്റീസ് ഒക്കെ. അപ്പൊ നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് അത്യാവശ്യമാണ്. നമ്മൾ എന്ത് കേൾക്കുമ്പോൾ അതുപോലെ വിശ്വസിക്കാതെ അതിനെക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്തിട്ട് വിശ്വസിക്കാൻ, കുട്ടികൾക്ക് അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അവർക്ക് ജീവിക്കാനും ജോലി ചെയ്യാനും ഒക്കെ അവർക്ക് സാധിക്കും. ഡെവലപ്പിംഗ് വർക്കബിൾ സൊല്യൂഷൻസ് ടു എൻവയോൺമെന്റൽ പ്രോബ്ലംസ്, ലിറ്റററി ചോയ്സസ് ആൻഡ് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് ഒപ്പീനിയൻ. സോ നമുക്കൊരു സൊല്യൂഷൻസ്, എൻവയോൺമെന്റൽ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിലും എന്താവശ്യമാണ്, ഈ പറയുന്ന പോലെ ഒരു ക്രിട്ടിക്കൽ എക്സാമിനേഷനും ഇൻഫോർമേഷൻ ഒപ്പീനിയനും ഒക്കെ അത്യാവശ്യമാണ്. സോ ക്രിട്ടിക്കൽ തിങ്കിങ് കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഡെവലപ്പിംഗ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, കുട്ടികളിലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യാം. Children should be helped in the development of communication skills necessary for participating in school process. Later on, narrations of incidents. അപ്പോൾ നമുക്ക് കുട്ടികളിൽ എങ്ങനെ ഇത് ഡെവലപ്പ് ചെയ്യാം,
ചില ഇൻസിഡൻസ് അവരോട് സ്വയം പറയാൻ പറയാ, കഥ പറയാൻ പറയാ, ഈവെന്റ്സ് പറയാൻ പറയാ. സോ ദാറ്റ് ഷുഡ് ബി എൻകറേജ് സോ ദാറ്റ് ഹെസിറ്റേഷൻ ഇൻ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇസ് എലിമിനേറ്റഡ്. സോ അവർക്കൊരു മടി, വെർബൽ കമ്മ്യൂണിക്കേഷനിലെ മടി ഒഴിവാക്കണം. സോ കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ചെറുപ്പത്തിൽ തന്നെ ഡെവലപ്പ് ചെയ്യാം. റെസ്പെക്ടിങ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി, നമ്മുടെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി റെസ്പെക്ട് ചെയ്യാൻ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. അത് നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസിലൂടെ സാധിക്കും. കൾച്ചറൽ ഡൈവേഴ്സിറ്റി നമുക്ക് കുട്ടികളിൽ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഡിഫറെന്റ് ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കണം. അതായത് ഓരോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഏർലി സ്റ്റേജ് എൻഷുർ ദാറ്റ് ചിൽഡ്രൻ ഷുഡ് കൺസിഡർ ഡൈവേഴ്സിറ്റി ഇൻ കൾച്ചർ, നാച്ചുറൽ ആൻഡ് കളക്റ്റീവ് ഹെറിറ്റേജ് ഓഫ് നമ്മുടെ പൈതൃകം, ഹെറിറ്റേജ്, ഇതൊക്കെ മനസ്സിലാക്കുന്ന രീതിയിൽ കഥകള്, പാട്ടുകള്, അതേപോലെ കോസ്റ്റ്യൂം, സെലിബ്രേഷൻ ഓഫ് ഫെസ്റ്റിവൽസ് ഓഫ് ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ്. നമുക്ക് ഓരോ കമ്മ്യൂണിറ്റീസിന്റെയും ഫെസ്റ്റിവൽസ് സെലിബ്രേറ്റ് ചെയ്യാം. അതേപോലെ കുട്ടികൾക്ക് ഓരോ കൾച്ചറൽ ഡൈവേഴ്സിറ്റി നമുക്ക് കുട്ടികളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം, ഓരോ കൾച്ചറിലും എന്തൊക്കെയാണെന്നൊക്കെ. സോ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, കൾച്ചർ പ്രൊട്ടക്ട് ചെയ്യാനും കുട്ടികളിലേക്ക് അത് വളർത്തിയെടുക്കാനും ഒക്കെ സാധിക്കും. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനും അത് സാധിക്കും. ഗെറ്റിംഗ് ഫെമിലിയർ വിത്ത് നെക്സ്റ്റ് ടോപ്പിക്, ഗെറ്റിംഗ് ഫെമിലിയർ വിത്ത് ദ റോൾ ഓഫ് ICT ആസ് എ ടൂൾ ഓഫ് ലേണിംഗ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, അത് നല്ലൊരു കുട്ടികൾക്ക് ഫെമിലിയർ ആയേക്കാം, നമുക്ക് ലേണിങ്ങിന് വളരെയധികം സഹായിക്കുന്നതാണ്. സോ ഡിജിറ്റൽ ഡിവൈഡ് ബിറ്റ്വീൻ those empowered by the access of information community technology and those marginalized due to the inaccessibility. So the inability to access ICT is not merely due to unavailability but also due to factors like lack of skills to operate it. അപ്പോൾ നമുക്ക് ICT, ഇൻഫോർമേഷൻ ടെക്നോളജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും കുട്ടികൾക്ക് അറിയില്ല. ചിലപ്പോൾ കുട്ടികൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല, അൺഅവൈലബിലിറ്റി ആയിരിക്കും, ചിലപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാത്ത പ്രശ്നമായിരിക്കും. And attitudinal problems and often come to the way to using it. So multimedia CDs for education and environment and computer assisted learning programs with content in multimedia when used in classrooms will encourage children to use ICT tools for learning. അപ്പോൾ ഇൻഫോർമേഷൻ ടെക്നോളജിയുമായി കുട്ടികളെ കണക്ട് ചെയ്യിക്കുക, അത് യൂസ് ചെയ്യാൻ അവരെ പഠിപ്പിച്ചു കൊടുക്കുക. അത് സ്കൂളുകളിലൂടെ നമുക്കത് സാധിക്കും. കുട്ടികൾക്ക് ഇതേപോലെ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് പ്രോഗ്രാംസും മൾട്ടിമീഡിയ കണ്ടന്റ് ഒക്കെ ക്ലാസ് റൂമിൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർക്കും അതുമായിട്ട് ഫെമിലിയറൈസ് ആവും. ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ, ഇപ്പം നമുക്ക് ജസ്റ്റ് ഒരു ബുക്ക് ലാംഗ്വേജ് മാത്രമല്ല, ജീവിക്കുന്ന എങ്ങനെ വേണം, ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ അത്യാവശ്യമാണ്. ആസ് പെർ ദ ഓരോ നമുക്കറിയാം, ഓരോ കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്യും, അവരുടെ റിപ്പോർട്ടുകളൊക്കെ എന്നോട് പറയുന്നത്. The learning needs young people to are met through equitable access to appropriate learning and life skill programs as key goals along with their important objectives related to literacy, numeracy, gender equality and early childhood education. So നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാനുണ്ട്. ജെൻഡർ ഇക്വാലിറ്റി, അതേപോലെ തന്നെ ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ അതർ ലൈഫ് സ്കിൽസ് നമുക്ക് കുട്ടികളിൽ പ്രൊവൈഡ് ചെയ്യാം. സോ emphasize the importance between life skill development, employability and community development. It also vouches for the incorporation of life skill education curriculum of formal education system. So നമുക്ക് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, മറ്റുള്ള എഡ്യൂക്കേഷൻ്റെ പോലെ തന്നെ. സോ ദാറ്റ് ഈസ് നമുക്ക് കുട്ടികളിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ജെൻഡർ ഡിസ്പാരിറ്റീസ്, ഡിസ്ക്രിമിനേഷൻ and other such causes of social distress may be imparted by sustainable development. നമുക്കറിയാം സമൂഹത്തിലെ പ്രശ്നങ്ങൾ, അതൊക്കെ മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് അറിയാനും ഒക്കെ കുട്ടികളെ പഠിപ്പിക്കുക, സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം, അതൊക്കെയാണ് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷനിലൂടെ പറയുന്നത്. ഡെവലപ്മെന്റ് ഓഫ് എബിലിറ്റീസ് ഫോർ ക്രിട്ടിക്കൽ തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ്, ഇതൊക്കെയാണ് ലൈഫ് സ്കിൽ എന്ന് പറയുന്നത്. അതായത് ക്രിട്ടിക്കൽ തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, കമ്മ്യൂണിക്കേഷൻ, എംപതൈസിങ്, നെഗോഷിയേഷൻ, അസർട്ടൈനിങ്, റെഫ്യൂസിങ്, അതേപോലെ റിഫ്ലക്റ്റിംഗ്, പെർസ്വേഡിങ്, വർക്കിംഗ് ഇൻ എ ടീം ഹാവ് ടു ബി ക്യാരിഡ് ഔട്ട് ഇൻ സ്കൂൾ. അപ്പോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റി കൊടുക്കുക, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുക, അതേപോലെ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും ഇതെല്ലാം ഏതിൽ വരുന്നതാണ്, ലൈഫ് സ്കില്ല് വരുന്നതാണ്. സോ ജസ്റ്റ് ഒരു കരിക്കുലം മാത്രം പോരാ, കരിക്കുലത്തിൽ നമ്മൾ ജസ്റ്റ് പഠിക്കുന്നത് മാത്രമല്ല, എങ്ങനെ ലൈഫ് സ്കില്ല് കൂടി നമ്മൾ പഠിപ്പിക്കണം. അടുത്ത പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ സ്കൂൾ ആൻഡ് കമ്മ്യൂണിറ്റി. സ്കൂളും അതേപോലെ അത് നിൽക്കുന്ന സമൂഹവുമായിട്ടൊരു ബന്ധം. ദ സ്കൂൾസ് ആൻഡ് ദ കമ്മ്യൂണിറ്റി നീഡ് ടു വർക്ക് ടുഗദർ. Children could also carry out activities like patrolling, educating, reporting and holding campaign to save, improve the environment. ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങൾ കുട്ടികൾ
ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യുക, എഡ്യൂക്കേറ്റ് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക, ഹോൾഡിംഗ് ക്യാമ്പയിൻസ് നടത്തുക, ഇതൊക്കെ ചെയ്യണം. അതിന് വേസ്റ്റ് തടയുക, റീസൈക്ലിംഗ്, ക്ലീനിങ്, ഷെയറിംഗ് ആൻഡ് കെയറിംഗ്, ഗ്രീനിങ് എന്ന് പറഞ്ഞാൽ എന്താ, ചെടികളൊക്കെ നട്ടു വളർത്തുക, അഡോപ്റ്റിംഗ് എ മോണുമെന്റ്സ് ആൻഡ് റിമൂവ് ഗ്രാഫിറ്റി ഓൺ ഇറ്റ്. ദെൻ നമ്മൾ അതിൽ ഓരോരോ ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കുക. Senior citizens could be invited to schools that to describe the environment of the childhood days. സീനിയർ സിറ്റിസനെ സ്കൂളുകളിൽ വിളിച്ചു വരുത്തുക, എന്നിട്ട് അവരുടെ അനുഭവങ്ങൾ പങ്കുവെപ്പിക്കുക. അവർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ അവരുടെ അനുഭവങ്ങൾ പറയാം. അങ്ങനെ സമൂഹവുമായിട്ടും സ്കൂളിനോട് ചുറ്റും നമ്മളൊരു സൊസൈറ്റിയുമായിട്ടൊരു ബന്ധം നമുക്ക് ഉണ്ടായിരിക്കണം. ഗ്രീൻ ക്ലബ്, ഇറ്റ് ക്യാൻ ഓഫർ എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ടു ക്രിയേറ്റ് അവയർനെസ്. ഗ്രീൻ ക്ലബ് എന്ന് പറയുന്ന ഒരു അവസരമാണ് നമുക്ക് കുട്ടികളുടെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ. ബിൽഡ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഹെൽപ്പ് സ്റ്റുഡൻസ് ഇൻ ടേക്കിംഗ് അപ്പ് എൻവയോൺമെന്റൽ ആക്ടിവിറ്റീസ് ഇൻ റിയൽ വേൾഡ്. അപ്പോൾ ഇതിലൂടെ കുട്ടികൾക്ക് എൻവയോൺമെന്റൽ ആക്ടിവിറ്റീസ് ഏറ്റെടുക്കാനും ഒക്കെ അവർക്ക് സാധിക്കും. ദ ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ മേ ബി റിലേറ്റീവ്ലി സിമ്പിൾ ആയിരിക്കും, ലൈക്ക് കീപ്പിംഗ് ദ സ്കൂൾ സറൗണ്ടിങ്സ് ക്ലീൻ, ടു കോംപ്ലക്സ് വൺസ് like carry out surveys of the locality for environmental issues ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാനും അതിന് എന്തൊക്കെ ആക്ഷൻസ് എടുക്കാം, ഇതൊക്കെ ക്ലബിന് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ക്ലബ് മേ ഹാവ് an identity and hence a logo, നെയിം ഉണ്ടാവും, ലോഗോ ഉണ്ടാവും. ഇറ്റ് മേ ആൾസോ ഹാവ് ഇലക്റ്റഡ് ഓഫീസ് ബിയറേഴ്സ്, പ്രസിഡന്റ്, സെക്രട്ടറി, മാനേജർ ഓഫ് മെറ്റീരിയൽസ്, ട്രഷറർ, ഇതൊക്കെ ഉണ്ടായിരിക്കും. ക്ലബ് മെമ്പേഴ്സ് മേ ഹാവ് ആൾസോ ബാഡ്സ് ഉണ്ടായിരിക്കും. ആൻഡ് പ്ലഡ്ജ് എടുക്കും അവര്. കമ്പോസ് ആൻഡ് സിംഗ് സോങ്സ്. Teachers, students and staff of the school, parents and community members may have involved in the activities of the club. ഒരു ഗ്രീൻ ക്ലബ് ഉണ്ടാക്കാം. ക്ലബിലൂടെ നമുക്ക് കുട്ടികളെ ഈ ഒരു പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ആക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ആക്ടിവിറ്റീസ് ആണ്, സ്കൂളുകളിൽ ചെയ്യാൻ കഴിയുന്ന ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഈ ആക്ടിവിറ്റീസിലൂടെ നമുക്ക് കുട്ടികളിൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കോടുകൂടി നമ്മുടെ ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് എന്തൊക്കെ വേണം എന്നാണ് നമ്മൾ പഠിച്ചത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു ഷോർട്ട് ഫോം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ നിലവിലുള്ള പ്രസന്റ് ജനറേഷന്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുക, പ്ലസ് ഫ്യൂച്ചർ ജനറേഷന്റെ നീഡ്സ് പ്രിസർവ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു ഡെവലപ്മെന്റിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ കുട്ടികളിൽ വാല്യൂസ് നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എഡ്യൂക്കേഷനിലൂടെയാണ് സാധിക്കുള്ളൂ. അതിന് നമ്മൾ കുട്ടികളിൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യണം. കുട്ടികളിൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യാൻ എഡ്യൂക്കേഷനാണ് ബെസ്റ്റ്. വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് എന്നാണ് പറഞ്ഞത്. ജസ്റ്റ് നമ്മൾ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ മാത്രമല്ല പഠിക്കുന്നത്, നമ്മൾ സമൂഹത്തിലെ പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ കുട്ടികൾ മനസ്സിലാക്കിക്കൊണ്ട് പഠിപ്പിക്കുകയാണെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. കാരണം ജനറേഷന്റെ 50% പല രാജ്യങ്ങളിലും സ്റ്റുഡൻസ് ആണ്. കുട്ടികളാണ് നമ്മൾ അടുത്ത ജനറേഷനാണ്. സോ അവർക്ക് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഈസി ആയിരിക്കും. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആയി, ഈ ബ്ലോക്ക് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് നമ്മൾ 3rd ബ്ലോക്കാണ് തുടങ്ങുന്നത് നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.